ശാസ്ത ഹെൽത്ത് കെയർ ഹോസ്പിറ്റലിൽ ഇപ്പോൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം. ആധുനിക രീതിയിലുള്ള ഓപ്പറേഷൻ തിയേറ്റർ, 24 മണിക്കൂറും ആംബുലൻസ് സർവീസ്. ആവശ്യക്കാർക്ക് വീടുകളിൽ ചികിത്സ. ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്റർ, വാഴാനി റോഡ്, വടക്കാഞ്ചേരി, തൃശൂർ. ഫോൺ 8547024222. തിന്മയ്ക്കുമേൽ നന്മയുടെ വിജയം ആഘോഷിക്കുന്ന ഈ ദീപാവലി ദിനത്തിൽ ശരീരത്തിന് ആരോഗ്യവും വീടുകൾക്ക് സംരക്ഷണവും ഒരുക്കി മുക്കാട്ടുകരയിലെ കർഷകർ. നെറ്റിശ്ശേരി മിനി നഗറിൽ നിന്നും അമ്പലത്തിന് പിൻവശത്ത് നിന്നും മുക്കാട്ടുകര ഡിവൈൻ നഗറിൽ നിന്നും ഒഴുകിവരുന്ന വെള്ളത്തിന് തടസ്സം കൂടാതെ ചിരടം ചിറ വഴി കടന്നു പോകുവാൻ വേണ്ടി പാതയൊരുക്കി കർഷകർ. പാതിവഴിയിൽ നിൽക്കുന്ന ചിറയുടെ പണികളും കനാലിന്റെ പണികളും പൂർത്തീകരിക്കുവാൻ വർഷങ്ങളായി ആവശ്യപ്പെട്ടിട്ടും ഭരണകൂടം അനങ്ങാപ്പാറയായി നിൽക്കുന്നത് കൊണ്ടാണ് കർഷകർ നേരിട്ട് പാതയൊരുക്കാൻ ഇറങ്ങിയത്. കാലം തെറ്റിവരുന്ന മഴ കാരണം കർഷകർക്ക് ഒരുപാട് നാശനഷ്ടം സംഭവിച്ചിരുന്നു. അതുപോലെ സമീപ പ്രദേശത്തെ വീടുകളിൽ വെള്ളവും കയറി കേടുപാടുകൾ സംഭവിച്ചിരുന്നു. ഇതിനൊക്കെയുള്ള ശാശ്വത നടപടിയാണ് അന്ധകാരത്തിൽ നിന്നും പ്രകാശം വീശിയ ദീപാവലി ദിനത്തിൽ കർഷകരുടെ കഠിന പ്രയത്നം മൂലം നേടിയിരിക്കുന്നത്. പി നന്ദകുമാർ, വിപിൻ വലിയവളപ്പിൽ, കെ മോഹൻ, ജെൻസൺ ജോസ് കാക്കശ്ശേരി തുടങ്ങിയവർ നേതൃത്വം നൽകി. കൃഷി ഓരോ തവണയും എന്താന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പ്രകൃതിയുടെ ഈ ന്യൂനമർദ്ദവും മറ്റു മഴ വന്ന് വെള്ളക്കെട്ട് ഒഴിഞ്ഞു പോകാണ്ട് ഞാറ് മുഴുവൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളക്കെട്ടിൽ ചീഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ്. പല കണ്ടങ്ങളും ഞങ്ങൾക്ക് ഈ ഒരു കാരണത്താൽ തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊയ്തെടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കാറില്ല. അതുപോലെ തന്നെ ചെരടം പാലത്തിൻ്റെ അവിടുത്തെ ബ്ലോക്ക് തീർക്കാൻ പറഞ്ഞിട്ട് അതിന് ചാലിൻ്റെ അടിയിൽ കൂടിയിട്ടൊരു ഇന്നർ ചാലുണ്ട്. ആ ചാലിന് മറ്റേ സ്ലാബ് ഇട്ട് തരണം എന്ന് പറഞ്ഞിട്ട് പോലും 5 വർഷമായിട്ട് ഇതുവരെ യാതൊരു നടപടി ഉണ്ടായിട്ടില്ല. ഇത്തവണ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാലവർഷം മറ്റേ കാലം തെറ്റിയിട്ടുള്ള ഈ തുലാവർഷത്തിൽ പെയ്ത മഴയിൽ ഞങ്ങളുടെ 2 ഏക്കറ 3 ഏക്കറ കൃഷി വെള്ളത്തിൽ മുങ്ങിയപ്പോൾ ഇപ്പം ഞങ്ങൾ കൂലിക്ക് ആളെ വിളിച്ചിട്ട് എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മറ്റേ ചാല് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ ആ ചാലിൻ്റെ മുകളിൽ നിന്നിട്ട്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.